നമസ്കാരം. ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് നമ്മൾ ഒരു പനാമയുടെ ഒരു ഫുൾ പോട്ട് കാണിച്ചിട്ട് 400 രൂപ എന്ന് പറഞ്ഞിരുന്നു. ആ പ്ലാന്റ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. ആ ഒരു വീഡിയോയ്ക്ക് തൊട്ട് താഴെ വന്നിട്ട് ഒരു ദുർവാസ മഹർഷി പ്രത്യക്ഷപ്പെട്ട് എന്നെ ഒന്ന് ശപിച്ചിട്ടുണ്ട്. 400 രൂപയോ ഈ ചെടികളൊക്കെ ഉണങ്ങി വിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഉണങ്ങി നശിച്ചു പോകട്ടെ എന്നാണ് മഹർഷി എന്നെ ശപിച്ചേക്കുന്നത്. മഹർഷി, ഇതൊരു രോഗാവസ്ഥയാണ്. വൈദ്യശാസ്ത്രത്തിൽ സൂസു എന്ന് അറിയപ്പെടുന്ന ഈ രോഗത്തിന് ഇതുവരെ ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാന്റ്സൊക്കെ 4 രൂപയോ 40 രൂപയോ 4000 രൂപയോ 40,000 രൂപയോ ആയിക്കൊള്ളട്ടെ, താങ്കളെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ചെടികളൊക്കെ ഉണങ്ങി നശിച്ച് വിൽക്കാൻ പറ്റാത്ത രീതിയിലായാലും താങ്കളെ ബാധിക്കുന്നില്ല. ഉണങ്ങിയാലും ഇതെല്ലാം ഉണങ്ങി നശിച്ചു പൊക്കോട്ടെ, എന്നാലും താങ്കളുടെ ആശ്രമത്തിലെ കൊതുകിനെ പുകയ്ക്കാൻ പോലും ഈ ഉണങ്ങിയ എൻ്റെ ചെടികൾ ഞാൻ തരാനോ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എന്തിനാണാവോ താങ്കളുടെ വിലപ്പെട്ട സമയം ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നത്? പിന്നെ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്ലാന്റ്സിനും അതിൻ്റേതായ വിലയുണ്ട്. ഈ മാന്യമിത്രത്തിന് ശരിക്കും പനാമ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിന് എന്ത് റേറ്റ് ഉണ്ട് എന്നറിയാത്ത ഒരാളാണ്. ഇത് പീച്ച് പനാമ. നോക്കിക്കോളൂ, ഇതിൻ്റെ ഭംഗി കണ്ടോ? ഇത് പീച്ച് പനാമയാണ്. ഇതൊരു മദർ പ്ലാന്റ് ആണ്. ഇത് 750 രൂപയാണ് ഇതിൻ്റെ വില. അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ വിലയുണ്ട്. ഇത് സോമ്പറ്റ് 1300 രൂപയാണ് സോമ്പറ്റിൻ്റെ വില. താങ്കളുടെ ആശ്രമ കവാടത്തിൽ ഇതുപോലെയുള്ള ചെടികളില്ലാത്തതുകൊണ്ടാവാം ഒരു പക്ഷെങ്കിൽ താങ്കൾ ഇങ്ങനെ ശപിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചെന്നെ രാവിലെ പറഞ്ഞു, ഈ ഒരു കമൻറ്റ് കണ്ടിട്ട് ഇതിനെ പ്രതികരിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും ചേച്ചിയുടെ ഒരു വീഡിയോയും കാണില്ല, ചേച്ചിയുടെ അടുത്തൊന്നും ഇനി ഒരു ചെടി പോലും വാങ്ങില്ല എന്ന് പറഞ്ഞു. കാരണം നിങ്ങളുണ്ടെങ്കിലേ ശക്തി ഗാർഡനുള്ളൂ. ആ ഒരു വാക്കിന് അത്രയും വില കൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമൻറ്റ് ഞാൻ നേരത്തെ കണ്ടിരുന്നു. പക്ഷെ ഞാനതിന് ശരിക്കും പറഞ്ഞാൽ തൃണവൽഗണിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അതിന് യാതൊരു വിലയും കൽപ്പിച്ചില്ല. നമ്മൾ ഒരാളുടെ വാക്കിന് തിരിച്ച് മറുപടി പറയുമ്പോൾ അവരുടെ വാക്ക് നമ്മൾ കേട്ടു, അത് നമ്മളിലേക്ക് എത്തിയത് കൊണ്ടാണ് നമ്മൾ മറുപടി പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ പോലും നമ്മളതിന് വില കൽപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഒഴിവാക്കി വിട്ടത്. പക്ഷേങ്കിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിട്ട് ഇത് പ്രതികരിച്ചില്ലെങ്കിൽ ചേച്ചി വല്ലാതെ വിഷമാവും, പ്രതികരിച്ചേ പറ്റൂ എന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാമല്ലോ, 8848296441. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലയോ ദുർവാസ മഹർഷി, ശക്തി കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.